നിങ്ങളുടെ പെരുമാറ്റങ്ങളിൽ നിന്നും ഉള്ളിൽ വരുത്തേണ്ടുന്ന മാറ്റങ്ങളെ നിങ്ങൾ തിരിച്ചറിയാറുണ്ടോ? അതറിയാൻ കഴിയാറുണ്ടോ? ഇതാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ബിഹേവിയർ ഇൻഡിക്കേറ്റേഴ്സ് റിവീൽ ഇന്നർ പാറ്റേൺസ് ആൻഡ് ഗൈഡ് പേഴ്സണൽ ട്രാൻസ്ഫർമേഷൻ. പരിശീലിതന്റെ പെരുമാറ്റ സൂചകങ്ങൾ. എന്താണ് ഈ പെരുമാറ്റ സൂചകങ്ങൾ? എന്തെല്ലാമാണ് ആന്തരിക പെരുമാറ്റ സൂചകങ്ങൾ? എന്തെല്ലാമാണ് ശ്രദ്ധയുടെ പെരുമാറ്റ സൂചകങ്ങൾ എന്നുള്ള വിഷയങ്ങളൊക്കെ തന്നെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാം. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ഈ ദിനം സന്തോഷകരമാകട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. ഈ കോട്ടക്കാർ പരിശീലിക്കുമ്പോൾ പരിശീലിക്കുന്ന ആളുണ്ടല്ലോ, അയാളുടെ പെരുമാറ്റങ്ങൾ രണ്ട് കൂട്ടർ കാണുന്നുണ്ട്. ഒന്ന് അയാൾ തന്നെ കാണുന്നുണ്ട്, രണ്ട് ഈ പരിശീലിക്കുന്ന സമൂഹം, ട്രെയിനർ അടക്കമുള്ള പരിശീലിക്കുന്ന സമൂഹം, അപരർ കാണാറുണ്ട്. അപ്പൊ ഈ കാണുന്ന സമയത്ത് ഈ അവരുടെ ബിഹേവിയർ, പരിശീലനത്തിന്റെ സമയത്തുള്ളവരുടെ ബിഹേവിയർ, പരിശീലന സമയം കഴിഞ്ഞും അതിനു മുമ്പുമുള്ള ബിഹേവിയർ, ഈ ബിഹേവിയർ മറ്റുള്ളവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവനവനും കണ്ടുകൊണ്ടിരിക്കുകയാണ്, മറ്റുള്ളവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ പരിശീലന സമയത്ത് ഇത് കൃത്യമായിട്ട് ബാറ്റന്റെ രൂപത്തിൽ, ബാറ്റന്റെ ഗ്രാഫിന്റെ രൂപത്തിൽ വളരെ എവിഡന്റ് ആയിട്ട് മുമ്പിലേക്ക് വരും. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങൾ ബോധ്യപ്പെടാനാവും. ഈ പരിശീലനം ചെയ്യുന്ന സമയത്ത് ഈ ആന്തരിക സ്വഭാവങ്ങളാണ് വെളിപ്പെടുക. ഈ ബാറ്റന്റെ രൂപത്തിൽ വെളിപ്പെടുന്നത് അതാണ്. അവരുടെ ചലനത്തിൽ നിന്ന്, ബാറ്റന്റെ ചലനം, ആ ബാറ്റൺ കൊടുക്കുന്ന സമയത്തോ വാങ്ങുന്ന സമയത്തോ അതിനോട് പ്രതികരിക്കുന്ന രീതി, ഈ ഇവരുടെ ചലനത്തിൽ നിന്നും, ബാറ്റന്റെ ചലനത്തിൽ നിന്നും ഇവരുടെ പെരുമാറ്റത്തിൽ നിന്നും ഇവരുടെ പെരുമാറ്റത്തെ വായിക്കാനാവും. പെരുമാറ്റം എന്ന് വെച്ചാൽ അതിന്റെ ചുറ്റുപാടിനോടുള്ള ഇടപെടലാണ്, ഇടപെടലിന്റെ രീതിയാണ്. ആ പെരുമാറ്റത്തെ നമുക്ക് വായിക്കാനാവും. അവരുടെ ആ ബാറ്റൺ കൈകാര്യം ചെയ്യുന്ന രീതി, അവരുടെ പെരുമാറ്റ രീതി എന്ന് പറയുന്നത് അവർ ജീവിതം കൈകാര്യം ചെയ്യുന്നതിന്റെ പ്രതിഫലനമാണ്. ഓരോ വ്യക്തി, ഇപ്പൊ ഞാനാണെങ്കിൽ ഞാനിത് സ്ഥിരം ചെയ്യുന്ന സമയത്ത് എനിക്കത് ചിലപ്പോൾ ഫീൽ ചെയ്യണമെന്നില്ല. ഇപ്പൊ എന്റെ വായിലൊരു ചെറിയ തേങ്ങയുടെ കഷ്ണം പല്ലിന്റെ ഇടയിൽ പോയിടുന്നിരിക്കട്ടെ, അത് അവിടെ നിന്ന് പോകുന്നത് വരെയും ഞാൻ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കും. പക്ഷെ അത് പോകുന്നില്ല എന്ന് കരുതുക, കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ അതിനോടുള്ള ഇടപെടൽ പിന്നെ ഇല്ലാതെയാവും. അപ്പൊ ഇതുപോലെ പരിശീലനത്തിനിടെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അത് മറ്റുള്ളവർക്ക് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും. അത് വ്യക്തിത്വത്തിന്റെ ഒരുപാട് സൂചനകൾ നൽകുന്നുണ്ട്. ഈ സൂചനകളെയാണ്, പെരുമാറ്റങ്ങളെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളെയാണ്, പെരുമാറ്റത്തിലൂടെ നമ്മൾ കണ്ടെത്തുന്ന സൂചനകളെയാണ് പെരുമാറ്റ സൂചകങ്ങൾ അഥവാ ബിഹേവിയർ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയാം. ഈ ബിഹേവിയർ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് ആന്തരിക സ്വഭാവങ്ങളുടെ പ്രകടനമാണ്. ഈ പരിശീലിക്കുന്ന സമയത്ത് നമ്മൾ കാണിക്കുന്ന ചില പ്രവണതകളുണ്ട്. ഉദാഹരണത്തിന് ഇപ്പൊ ബാറ്റൺ നമ്മുടെ നേരെ വരുന്നു, ഓരോ പ്രാവശ്യം വരുമ്പോഴും അയ്യോ എന്ന് പറഞ്ഞ് മാറുന്നത് അയാളുടെ ഒരു പേഴ്സണാലിറ്റിയുടെ ഒരു ഷേപ്പാണ്. അയാൾ ഏത് കാര്യത്തെയും ആ രൂപത്തിലായിരിക്കും കാണുക. അയാള് അതിനോട് തന്റെ നേരെ തനിക്ക് പരിചയമില്ലാത്ത എന്തു വന്നു കഴിഞ്ഞാലും അതിനോട് ഭയപ്പാടോട് കൂടിയായിരിക്കും ഇടപെടുക, അല്ലെങ്കിൽ അതിനോടൊരു വിമുഖത അയാൾ പ്രകടിപ്പിക്കുന്നുണ്ടാവും. ഇത് അവരുടെ ജീവിതത്തിൽ ഉടനീളം അയാൾ പ്രകടിപ്പിക്കുന്നതായിരിക്കും. അപ്പൊ അവരുടെ ഉള്ളിലെ പ്രവണതകൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. ഈ പ്രവണതകൾ എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിന്റെ പ്രതിഫലനമാണ്. നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും അവരെങ്ങനെ പെരുമാറുന്നു. അത് തന്നെ. കാരണം ഇവിടെ ഈ ബാറ്റൺ പ്രാക്ടീസിന്റെ സമയത്ത് ഒന്നും ആലോചിക്കാൻ സമയമില്ല. ബാറ്റൺ മുമ്പിൽ കൂടെ കടന്നു പോകുന്ന സമയത്ത് ഉടനെ ആക്ട് ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ അത് ഒന്നുകിൽ നമ്മുടെ മേലെ തട്ടും, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മേലെ തട്ടും. ഇത് നമ്മൾ കൈകാര്യം ചെയ്താൽ മതിയാവും. അതുകൊണ്ട് തന്നെ ആലോചിക്കാൻ സമയമില്ല. അപ്പോ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഇതെന്താണെന്ന് വെച്ചാൽ ജീവിതത്തില് സംഭവിക്കുന്ന കാര്യങ്ങളെ, ജീവിതത്തെ കൈകാര്യം ചെയ്യുന്ന രീതി, വ്യക്തി ജീവിതത്തെ കൈകാര്യം ചെയ്യുന്നതിന്റെ പ്രതിഫലനമാണ്. ആ കൈകാര്യം ചെയ്യുന്ന പ്രതികരണ രീതി ഉണ്ടല്ലോ, ആ രീതിയുടെ സൂചകങ്ങളായിട്ടാണ് നമ്മൾ ഈ പെരുമാറ്റങ്ങളെ കാണുക. അവരുടെ വ്യക്തിത്വ പ്രകൃതിയുടെ അടയാളങ്ങളായിട്ടാണ് കാണുക. ഇതിനെയാണ് പെരുമാറ്റ സൂചകങ്ങൾ എന്ന് പറയുക. ഇത് തന്നെ പലതരം പെരുമാറ്റ സൂചകങ്ങളുണ്ട്. ഇപ്പോ
ഈ തുടക്കത്തിൽ ഇപ്പൊ നേരെ ബാറ്റൺ കൊടുക്കാൻ കഴിയാതെ വരുന്നു എന്നിരിക്കട്ടെ. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ പെരുമാറ്റത്തിന്റെ ആ ഒരു അവസ്ഥ തുടക്കത്തിൽ ഈ ബാറ്റൺ ശരിയായ രീതിയിൽ പോകുന്നില്ല എങ്കിൽ നമ്മളിവിടെ കൊടുത്ത നിർദ്ദേശം സ്ട്രെയിറ്റ് ആയിട്ട് പോകണം എന്നുള്ളതാണ്. ആ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നതിന് ഒരു മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ നാഡികളിൽ ഏകോപനം മെച്ചപ്പെടുത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് അർത്ഥം. അയാൾക്ക് കിട്ടിയ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച്, അയാൾക്കുള്ള ആശയത്തിനനുസരിച്ച് അയാളുടെ സിസ്റ്റത്തെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഫാക്കൽറ്റി തൽക്കാലത്തേക്ക് അയാൾ കുറവാണ്. ചിലപ്പോ ട്രെയിൻ ചെയ്താൽ മെച്ചപ്പെടുത്തി എടുക്കാൻ പറ്റിയേക്കും, ചിലർക്ക് ട്രെയിൻ ചെയ്താലും മെച്ചപ്പെടൂല. അപ്പോ നാഡീജാലികയുടെ ഏകോപനം ആവശ്യമാണ് എന്നുള്ളതാണ് അവിടെ അത് അർത്ഥമാക്കുന്നത്. ഇത് ബാറ്റൺ നേരെ എറിയാൻ കഴിയാതിരിക്കുന്ന ഒരവസ്ഥ. ഇപ്പൊ ബാറ്റൺ എറിയാൻ ഭയം കാണിക്കുന്നതിരിക്കട്ടെ, അയാളുടെ ജീവിത പ്രതികരണങ്ങളിൽ ഉടനീളം ആ ഭയസാന്നിധ്യം ഉണ്ടെന്നാണ് അർത്ഥം. ഇപ്പോ ചിലരുണ്ട് മറ്റുള്ളവർ നമ്മളോട് എങ്ങനെ എറിയുന്നു എന്നുള്ളത്, നമ്മുടെ നേരെ ഈ ബാറ്റൺ എങ്ങനെ എറിയുന്നു എന്നുള്ളത് മാത്രം ശ്രദ്ധിക്കും. അത് എന്റെ മേലെ കൊള്ളാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് ഇത് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സമയത്ത് അതവിടെ പോയി എങ്ങനെ പോകും എന്നുള്ളതിനെ കുറിച്ച് ഒരു ശ്രദ്ധയുമില്ലാതെ, എന്നുവെച്ചാൽ അത് കൃത്യമായിട്ട് ഒരു ഡിറക്ഷൻ സെറ്റ് ചെയ്തിട്ട് അതിലേക്ക് കൊടുക്കുക എന്നുള്ളത് ഒരു ആശയമുള്ളപ്പോൾ പോലും അത് ശ്രദ്ധിക്കാതെ തന്റെ നേരെ വരുന്നത് മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോ അയാളുടെ സെൽഫിനെ മാത്രം കൺസേൺഡ് ആയിട്ടുള്ള, സെൽഫിഷ് ആയിട്ടുള്ള ഒരാളാണ്. മറ്റൊരാൾക്ക് എന്ത് റെസ്പോൺസ് വരുന്നു എന്നുള്ളതിനെ കുറിച്ച്, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് എന്ത് എഫക്റ്റ് ഉണ്ടാവും എന്നുള്ളതിനെ കുറിച്ച് അയാൾ കൺസേൺഡ് ആണ്. അയാൾക്ക് ബന്ധങ്ങളുടെ ബോധത്തില്, അയാളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ അയാൾ വളരെ ശ്രദ്ധയില്ലാത്ത ആളാണ്. അയാൾ കൺസേൺഡ് അല്ലാത്ത ഒരാളാണ്. ഇതുപോലെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ശ്രദ്ധയുടെ കാര്യം പറയുമ്പോൾ തന്നെ ചിലരുണ്ട് സ്വന്തം പാറ്റേൺ കൈകാര്യം ചെയ്യുന്നതിൽ അപാകങ്ങൾ ഉണ്ടാവും, പക്ഷെ അതിന് പകരം മറ്റുള്ളവരെങ്ങനെ കൈകാര്യം ചെയ്യുന്നത് മാത്രം നിരീക്ഷിക്കുന്നിരിക്കട്ടെ. കുറച്ചേരം ഇവിടെ നിരീക്ഷിച്ചു, കുറച്ചേരം അവിടെ നിരീക്ഷിച്ചു, ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അയാളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് കുറവുണ്ട്. ജീവിതത്തിൽ ഉടനീളം അയാൾ ഇത് പാലിക്കുന്നുണ്ടാവും. ഒരാളുടെ കയ്യിൽ ബാറ്റേൺ ആവർത്തിച്ച് വീഴുന്നു എന്നിരിക്കട്ടെ, അയാൾ ചെയ്യുന്ന ആക്ടിവിറ്റിയിൽ, അയാളുടെ എൻവയോൺമെന്റിൽ അയാൾ ആബ്സെന്റ് മൈൻഡ് ആയിരിക്കുന്നു എന്നുള്ളതാണ് അർത്ഥം. അപ്പോ ആബ്സെന്റ് മൈൻഡ്നെസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ്സിൽ നിന്ന് വളരെയധികം മാറി നിൽക്കുന്നു എന്നുള്ള കാര്യത്തിന്റെ എവിഡൻസ് ആണ്. വർത്തമാന നിമിഷത്തില് ഉള്ള ബോധത്തിന്റെ കുറവാണ് അവിടെ കാണുന്നത്. ഇതുപോലെ പെരുമാറ്റ സൂചകങ്ങൾ കണ്ടുകൊണ്ട് ഓരോരുത്തരുടെയും ഓരോ ജീവിതാവസ്ഥകളെയും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ആ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിച്ചാൽ നമുക്ക് അയാളുടെ ബിഹേവിയർ പാറ്റേൺ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെയല്ലേ ജീവിതത്തിൽ പെരുമാറാൻ ചോദിച്ചാൽ അത് അങ്ങനെ തന്നെ ആയിരിക്കും. ഇത് സ്വയം മനസ്സിലാക്കാം. നമ്മൾ കുറച്ച് കാലം ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ സ്വയം മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ ഓരോ ബിഹേവിയർ വരുമ്പോൾ ഈ ബിഹേവിയർ ഇന്നതുമായിട്ട് കണക്റ്റഡ് ആണ്. എന്റെ ഇപ്പോഴത്തെ തൽക്ഷണത്തിലുള്ള എന്റെ ഈ പെരുമാറ്റം എന്ന് പറയുന്നത് എന്റെ സ്ഥിരമായുള്ള ആ പെരുമാറ്റമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ ഞാൻ ഇത് ക്രമീകരിച്ചു കഴിഞ്ഞാൽ അത് ക്രമീകരിക്കപ്പെട്ടുകൊള്ളും എന്ന കാര്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഈ ബിഹേവിയർ ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ട് നമുക്കത് തിരിച്ചറിയാൻ കഴിയും, അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യാൻ കഴിയും. അപ്പോ ബിഹേവിയർ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉടനീളമുള്ളതാണ്. ഈ പ്രാക്ടീസ് സമയത്ത് കാണുന്നതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ഓർത്തു വെക്കുക. നിങ്ങളുടെ ഉള്ളിലെ പാറ്റേണുകളെ തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ല എവിഡൻസ് ആണ് ഈ ബിഹേവിയർ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. ശരീരഭാഷയെ മെഷർ ചെയ്യുന്ന ആളുകൾ എല്ലാം തന്നെ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കൈകാര്യം ചെയ്യാറുണ്ട്. അപ്പോ ബിഹേവിയർ ഇൻഡിക്കേറ്റർ എന്നുള്ളത് ഓർക്കുക. പരിശീലനം നമ്മുടെ ആന്തരിക സ്വഭാവങ്ങളെ പുറത്തു കൊണ്ടുവരും. ബാറ്റൺ കൈകാര്യം ചെയ്യുന്ന സമയത്ത് അത് വ്യക്തിത്വ സൂചനകളായിട്ട് ഇത് വെളിവരും. അതാണ് ബിഹേവിയർ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഭയമാണെങ്കിലും ശ്രദ്ധയാണെങ്കിലും ഏകോപനാണെങ്കിലും ബന്ധബോധമാണെങ്കിലും ഇതെല്ലാം പരിശീലനത്തിൽ ഇയാളുടെ ആ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള കാര്യം, ഇയാള് ഗുരുവുമായിട്ട് കണക്റ്റഡ് ആണോ, ഇൻസ്ട്രക്ഷനുമായിട്ട് കണക്റ്റഡ് ആണോ, ആശയമായിട്ട് കണക്റ്റഡ് ആണോ, യുക്തിയുമായിട്ട് കണക്റ്റഡ് ആണോ, ഇയാൾ ഇതിന്റെ കോറുമായിട്ട് കണക്റ്റഡ് ആണോ, ഇയാൾക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അയാള് പരിസരത്തെ കുറിച്ച് കൺസേൺഡ് ആണോ, അയാൾക്ക് സാമൂഹ്യ ബോധമുണ്ടോ, സാമൂഹ്യ ഉത്തരവാദിത്തമുണ്ടോ, പൗരബോധമുണ്ടോ തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾ ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും. സ്വയം മനസ്സിലാക്കാൻ ഇത്രത്തോളം കഴിയണമെന്നില്ല. പരിശീലകർക്ക് മാത്രമാണ് ഇത്രയേറെ കാര്യങ്ങൾ റീഡ് ചെയ്യാൻ കഴിയുക. കാരണം ഞാൻ ഇത് കാലങ്ങളായിട്ട് ചെയ്യുന്നത് കൊണ്ട് എനിക്കത് മനസ്സിലാവും.
പക്ഷെ ഇത് എന്റെ കൂടെ ഈ പരിശീലനത്തിലൂടെ കുറച്ചു കാലം യാത്ര ചെയ്യുന്നവർക്കും ഇത് മനസ്സിലായി തുടങ്ങുന്നുണ്ട്. അപ്പൊ ഈ ബിഹേവിയർ ഇൻഡിക്കേറ്റേഴ്സിനെ തിരിച്ചറിയുന്നത് സ്വയം മെച്ചപ്പെടലിന്റെ ആദ്യ പടിയാണ്. അപ്പോ ബാറ്റൺ കൈകാര്യം ചെയ്യുന്ന രീതി ജീവിതത്തെ കൈകാര്യം ചെയ്യുന്ന ആ ഒരു 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 സിസ്റ്റമായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും ബിഹേവിയർ ഇൻഡിക്കേറ്റേഴ്സിലൂടെ. ഇതാണ് ഇന്ന് നമുക്ക് പകർന്നു തരാനുള്ള സന്ദേശം. നിങ്ങളുടെ ബിഹേവിയറിനെ നിങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടെങ്കിൽ, അതുപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ പാകങ്ങളെയും അപാകങ്ങളെയും തിരിച്ചറിയാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നിരീക്ഷിച്ച് വെക്കുക. അതുമായിട്ട് നമുക്ക് പുതിയ വിഷയങ്ങളിലേക്ക് വീണ്ടും പോകാം. അതുവരേക്കും നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.